ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. സൗദിയിൽ അരീക്കിൽ വെച്ച് നടക്കുന്ന ഓറഞ്ച് ഫെസ്റ്റും അതുപോലെ തന്നെ ഓറഞ്ച് ഫാമിനെയും കുറിച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഓറഞ്ച് ഫെസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഫ്രൈഡേ, അതായത് ജനുവരി 1 ഫ്രൈഡേ, നമ്മൾ വില്ലയിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടിയിട്ട് ഓറഞ്ച് ഫെസ്റ്റ് കാണാൻ അരീക്കിലേക്ക് പോകാണ്. അങ്ങനെ നമ്മുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഓറഞ്ച് ഫാമത്തെയും ഓറഞ്ച് ഫെസ്റ്റിലെയും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് അരീക്ക് എന്ന പ്ലേസിലെത്താൻ. എത്ര മണിക്കൂറായാലും വണ്ടിനുള്ളിൽ അതൊരു വിഷയമല്ല. അങ്ങനെ എല്ലാരും കുറേ ദൂരം അങ്ങ് ചെന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിശാലമായ സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തി. ഇവിടെ എന്ന് പറഞ്ഞത് അങ്ങനെ കാണാനൊന്നുമല്ല, ഒരുപാടൊരു വിശാലമായ സ്ഥലത്താണ്. യാത്ര ചെയ്യുന്നവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യത്തിനുള്ള ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികളും നമ്മളൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും നമ്മൾ യാത്രക്ക് പുറപ്പെടാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചായക്കുള്ള ഒരുക്കങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് കുടിക്കുക. ഇത് നെയ്വട മാത്രമാണ് അംസാക്ക ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാലേ. സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ നമ്മൾ ഓറഞ്ച് ഫാമിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ ഓറഞ്ച് ഫാമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഓറഞ്ച് ഫാം. പക്ഷേ ഈ കാണുന്ന ഓറഞ്ച് ഫാം കൊറോണ കാരണത്താൽ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓറഞ്ച് ഫാം ഉണ്ട്. അവിടെ എല്ലാവരെയും വിസിറ്റേഴ്സിനൊക്കെ അലൗഡ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് മുന്നോട്ടൊക്കെ പോയിട്ട് നമ്മളെ ഓറഞ്ച് ഫാമിൽ എത്തിയിട്ടുണ്ട്. ഓറഞ്ച് ഫാമിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഓണറിനോടൊക്കെ സമ്മതമൊക്കെ ചോദിക്കണം. ഓറഞ്ച് ഫാമിൽ കയറാനും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ കഴിക്കാനുള്ള സമ്മതമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് എന്നിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഓറഞ്ച് ഫാമിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഇതിനുള്ളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞത് കാണാൻ മാത്രം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് അടുത്തടുത്തുള്ള ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ട്. ആ ഓറഞ്ച് മരത്തിൽ നിറയെ ഓറഞ്ചസ് ആയിരുന്നു. അത് ഈ മുകൾ ഭാഗത്ത് മുതൽ താഴ്ഭാഗത്ത് വരെ ഇങ്ങോട്ട് മണ്ണിൽ തട്ടുന്ന വരെയുള്ള ഓറഞ്ചസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ നല്ല നല്ല കാഴ്ചകളാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്.
ഓറഞ്ചസ് ഒക്കെ നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള so high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. Flying, get on board. We're soaring on top of ഞാൻ കണ്ണട വെച്ച് അങ്ങനെ ഓറഞ്ച് തോട്ടത്തിലെ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മളിതാ ഉച്ചകലത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ റൂമിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നന്നായിട്ട് ദമ്മിട്ട് കൊണ്ടുവന്നിട്ടാണ്. അപ്പം ക്ലൈമറ്റ് പൊതുവേ നല്ല തണുപ്പാണല്ലോ, എന്നിട്ടും ഈ ഒരു ചിക്കൻ ബിരിയാണി ഒട്ടും തന്നെ ചൂടാറാതെ കിട്ടിയിട്ടുണ്ട്. അതിന് ചെറിയൊരു ട്രിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദമ്മ് പൊട്ടിക്കാതെ ദമ്മിട്ട ചിക്കൻ ബിരിയാണി നല്ലോണം ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്തുനിന്ന് എടുക്കുന്ന അതേ ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കണ നേരത്ത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കഴിക്കാനുള്ള പെർമിഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്കും കുട്ടികൾക്കും നല്ല ലാവിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ പാർക്കിങ്ങിനും നല്ല സൗകര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ലഞ്ചിന് ശേഷം നമ്മൾ ഇവിടുന്ന് വീണ്ടും ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടും. ആണ് ഈ ഓറഞ്ച് ബാസ്ക്കറ്റിൽ നിറയെ ഓറഞ്ചസ് ഉണ്ട്. അതും വെറൈറ്റീസ് ആയിട്ടുള്ള ഓറഞ്ചസ് ആണ്. നിറച്ച്